അടുത്ത കുറച്ചു മാസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ 5ഓളം പ്രമുഖ സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതാണ്ട് 10 വർഷത്തിനു ശേഷം ജമ്മു കശ്മീർ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെ രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് ഇന്ന്. ജാർഖണ്ഡിൽ വോട്ടെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മുന്നണികൾ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇത്തവണ സവിശേഷമായ സാഹചര്യമാണ് ജാർഖണ്ഡിൽ നിലനിൽക്കുന്നത്. ഏതാണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ട അതേ പാറ്റേണിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ചുരുക്കം. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യവും ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എയും കേന്ദ്രത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ജാർഖണ്ഡിൽ ചെറിയ ചില മാറ്റങ്ങളുണ്ടെന്ന് മാത്രം. ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നത് ഹേമന്ത് സോറന്റെ JMM ആണ്. ഒപ്പമുള്ളത് കോൺഗ്രസും RJDയും CPI-MLുമാണ്. മറുവശത്ത് ബി.ജെ.പി. തന്നെയാണ് എൻ.ഡി.എക്ക് നേതൃത്വം നൽകുന്നത്. ജാർഖണ്ഡിൽ ഏതു വിധേനയും ഭരണത്തിലേറുക എന്നത് ബി.ജെ.പിയുടെ അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഒട്ടേറെ തന്ത്രങ്ങളുമായി അവർ കളം പിടിക്കുകയാണ്. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്ത് സമഗ്രമായ പദ്ധതിയാണ് ബി.ജെ.പി. തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് നടപ്പിലാക്കുന്നതെന്ന് വ്യക്തം. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഉണർത്തുക, പ്രാദേശിക കക്ഷികളുമായി കൂടുതൽ സഹകരണം ഉറപ്പാക്കുക, ആദിവാസി വിഭാഗത്തെ കയ്യിലെടുക്കാനുള്ള അവസരങ്ങൾ മുതലാക്കുക എന്നിവയാണ് ബി.ജെ.പിയുടെ പ്രധാന തന്ത്രങ്ങൾ. ഇത്തവണ സാധാരണ പ്രവർത്തകരുടെ മനസ്സറിയാൻ ഒരു അഭിപ്രായ സർവേ പോലെ പാർട്ടിക്കുള്ളിൽ നടപ്പാക്കാനും അവർ മറന്നില്ല. അതിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങളുടെയും വിമർശനങ്ങളുടെയും ഒക്കെ കരുത്തോടെയാണ് അവർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കടന്നത്. പഞ്ചായത്ത് തലം മുതലുള്ള പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ഇതിൽ നേരിട്ടറിഞ്ഞു. ഇക്കുറി മറ്റൊരു നിർണായക നീക്കവും അവർ നടത്തുകയുണ്ടായി. അതിലൊന്നാണ് പ്രാദേശിക കക്ഷികളുമായുള്ള സഹകരണം. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നതും ഈ സഖ്യങ്ങൾ വഴിയാണ്. സംസ്ഥാനത്ത് ഏറെ സ്വാധീനമുള്ള പ്രാദേശിക പാർട്ടികളായ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ, ജനതാദൾ യുണൈറ്റഡ് എന്നിവ ബി.ജെ.പിക്കൊപ്പം നിൽക്കും. അതിനു പുറമെ പ്രധാന എതിരാളിയായ ഹേമന്ത് സോറന്റെ പാർട്ടി JMMൽ നിന്ന് മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ചമ്പായി സോറനെ കൊണ്ടുവന്നത് രണ്ട് തരത്തിൽ നോക്കിക്കാണാം. അതിലൊന്ന് മുന്നണിയുടെ അടിത്തറ ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. മറ്റൊന്നാകട്ടെ സംസ്ഥാനത്തെ പ്രധാന വോട്ട് ബാങ്കായ ആദിവാസി വിഭാഗത്തെ കയ്യിലെടുക്കുക എന്ന ഉദ്ദേശത്തോടെയും. ഗീതാ കോട ഉൾപ്പെടെയുള്ള നേതാക്കളെയും ഇതേ ലക്ഷ്യത്തോടെ തന്നെയാണ് മുന്നണിയിൽ എത്തിച്ചതെന്ന് വ്യക്തം. സാന്താൾ മേഖലയിൽ ഉൾപ്പെടെ അനധികൃത കുടിയേറ്റത്തെക്കുറിച്ചുള്ള നിലപാട് ആദിവാസി വിഭാഗങ്ങളുടെ പിന്തുണ ഉയരാൻ കാരണമാവുമെന്നാണ് അവർ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം അനുകൂലമായാൽ ഭരണം പിടിക്കാമെന്നാണ് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത്. അതേസമയം ജാർഖണ്ഡിൽ തിരഞ്ഞെടുപ്പിനുള്ള വമ്പൻ ഒരുക്കങ്ങളാണ് ബി.ജെ.പി. സജീവമാക്കുന്നത്. പാർട്ടി അംഗങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ഇതിനകം ശേഖരിച്ചതായും സ്ഥാനാർത്ഥികൾക്കായുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതായും കേന്ദ്ര സഹമന്ത്രി കൂടിയായ ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞിരുന്നു. ഒക്ടോബർ ആദ്യവാരം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നതോടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള നടപടികൾ ഊർജിതമാകും. നിലവിൽ അധികാരത്തിലുള്ള ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെയും കോൺഗ്രസിന്റെയും നിലവിലുള്ള സഖ്യത്തെ വെല്ലുവിളിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബി.ജെ.പിയുടെ തന്ത്രപരമായ ഒരുക്കങ്ങളെയാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത്.